കാപ്രിക്കോൺ ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം കുറച്ച് ശ്രദ്ധിക്കണം. ഈ മെസ്സേജ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. റീഡിംഗിൽ മെസ്സേജസ് വരണ എന്താണെന്ന് നമ്മൾക്ക് റീഡിംഗിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എംപ്രസ്. അപ്പോൾ ഇത് കാപ്രിക്കോൺ സൺസൈൻ, മൂൺ, അസെൻഡന്റ്, നക്ഷത്രം സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങളുടെ സൺസൈൻ വേറെയാണ്, നക്ഷത്രം വേറെയാണ് വെച്ചാൽ രണ്ടും വീഡിയോസ് നോക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് പേഴ്സണൽ ആയിട്ടൊരു റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കാപ്രിക്കോൺ നിങ്ങളുടെ ഓവറോൾ എനർജി എംപ്രസ് ആയിട്ടാണ് വന്നിരിക്കണേ. കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ് എംപ്രസ്. ഇത് നിങ്ങൾ കുറേ ഒരു അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യണ എനർജിയുമാണ്. ചിലവർക്ക് ഇത് പ്രഗ്നൻസിയുടെ എനർജി ആവാം. ഓർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി കുട്ടികളുണ്ട് വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. കുറേ ഒരു ബ്യൂട്ടി പിന്നെ എന്താ പറയുക, സക്സസ് എല്ലാത്തിൻ്റെയും എനർജിയാണ് എംപ്രസ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ആൻഡ് 8 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ ചിലവർ ഓൾറെഡി ഒരു മാരേജിലാണ് പക്ഷെ ഹാപ്പി അല്ല. അതല്ല ഒരു റിലേഷൻഷിപ്പിലാണ് പക്ഷെ ഹാപ്പി അല്ല. ഇവിടെ ഒരു മൂന്നാമത്തെ പേഴ്സണും കാണാണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ വിടാൻ തീരുമാനിച്ച് വിട്ടുണ്ടാവില്ല. അത് അതർവൈസ് നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 ഓഫ് വാൻസ് ആണ്. അവരും കുറേ ബാഗേജ് ഉണ്ട്, അവരുടെ കുറേ ബർഡൻസ് അവർ ഫീൽ ചെയ്യണു. ടെമ്പറൻസ് എനർജി ഇവിടെ ബാലൻസിൻ്റെ എനർജിയാണ്. അവർ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു മൂന്നാമത്തെ ആളെ കാണാണ്ട്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ രണ്ടാളുടെയും ഒരു സെപ്പറേഷൻ ആണ്. ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഒരു പേഴ്സൺ മറ്റേ പേഴ്സണെ കട്ട് ഓഫ് ചെയ്തിരിക്കണു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഈ സിറ്റുവേഷനിൽ ഒരു മൂന്നാമത്തെ ആളുണ്ടായോണ്ടായിരിക്കാം ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഡിവോഴ്സ് എടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ സെപ്പറേറ്റഡ് ആണെന്ന് വെച്ചാൽ ഓൾറെഡി ആ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും കോർട്ടിൽ. ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് ഈ കണക്ഷനിൽ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് കാര്യങ്ങൾ കുറേ ഇംബാലൻസ്ഡ് ആയിരുന്നു. ഹൈറോഫാണ്ട് ഇവിടെ ഉണ്ട്. ഒരു പേഴ്സൺ ഇവിടെ ഒട്ടും മാരീഡ് ആയിരുന്നു പക്ഷെ ഇവിടെ ഒട്ടും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ. ഒരു ലോയൽറ്റി ഇല്ല. ഓക്കെ, ഒരു പേഴ്സൺ വേറെ ഓപ്ഷൻസ് വെക്കുകയായിരുന്നു. അപ്പോൾ ആ പേഴ്സൺ ആരാണ് വെച്ചാൽ ഇത് നിങ്ങളും ആവാം, നിങ്ങളുടെ പേഴ്സണും ആവാം. അതെല്ലാവർക്കും സിറ്റുവേഷൻ വേറെ മാതിരി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു പേഴ്സൺ ഒരു മാരേജിൽ ലോയൽ ആയിരുന്നില്ല. അവർക്ക് വേറെ അഫെയർസ് ഉണ്ടായിരുന്നു. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരുന്നില്ല. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടായാലും നിങ്ങൾ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഒരു ഇത് കഴിഞ്ഞു എന്നൊരു ആക്സെപ്റ്റൻസ് വന്നിരിക്കണു. എന്താ വെച്ചാൽ ഇതിൽ അത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പോൾ അത് കൂടുതൽ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ ഇവരുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എവിടെയോ അറിയാം ഇത് പോസിബിൾ അല്ല എന്ന്. ഓർ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും അതിപ്പോൾ ഇത് ശരിയാവില്ല. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ആണ്. കുറേ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ. അവർ പക്ഷെ റീകൺസൈൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറേ സ്ട്രെസ്ഡ് ആണ് അവരും. ഓക്കെ, രണ്ടാളുടെ ഇടയ്ക്ക് കുറേ വഴക്കുണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ഇൻറ്റൻഷൻ വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ നോക്കണു. കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയിൽ കുറേ ഒരു സ്റ്റെബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വേണം ആദ്യം ഒരു ലൈഫ് പുതിയ തരത്തിൽ തുടങ്ങാൻ. അങ്ങനെ ഒരു പ്ലാൻ ആയിരിക്കും നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇൻറ്റൻഷൻ അതാണ്. അത് ഒരു എന്താ ഉണ്ടാവണം വെച്ചാൽ ഒരു ഫെയർ ആയിട്ട് ഒരു ഔട്ട്കം ഉണ്ടാവണം എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉള്ളത്. ഈ പേഴ്സന്റെ ഇന്റൻഷൻസ് ഇപ്പോഴും ശരിയല്ലാത്ത ഇന്റൻഷൻസ് ആണ്. 7 ഓഫ് സോർഡ്സ് മാനിപ്പുലേഷന്റെ എനർജിയാണ് ഇത്.
എന്തോ ഒളിപ്പിക്കണ എനർജിയാണ്. അപ്പൊ ഇപ്പോഴും അവരുടെ ഇന്റൻഷൻസ് ശരിയല്ല, എന്തോ അവർ ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. 10 of Cups ഇവിടെ ഉണ്ട്, എംപറർ ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസൈലൊക്കെ ചെയ്യണം എന്നുണ്ട്, ഫാമിലി വേണം. പക്ഷെ എന്തോ ഇപ്പോഴും അവർ ശരിയായി തുറന്ന് പറയൂല്ല. അപ്പൊ നിങ്ങളുടെ ആക്ഷൻ 5 of Cups, നിങ്ങൾ ഓൾറെഡി ഇത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ തിരിച്ചു വരില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. 4 of Wands, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, മജിഷ്യൻ. നിങ്ങൾ ഒരു പുതിയ പേഴ്സണെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ ലൈഫിൽ, കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ പാർട്ട്ണർ. ഈ പേഴ്സണിന്റെ ആക്ഷൻ 8 of Swords. അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ട അവർക്ക് അറിയില്ല. പക്ഷെ അവർ ശ്രമിക്കും നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു ഓഫർ തരാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവർ അത് ട്രൈ ചെയ്യും. ഔട്ട്കം 6 of Swords. ഇതിന് കുറച്ച് ശരിയാവാൻ സമയമെടുക്കും. 6 of Swords ഇപ്പോൾ ഒരു സ്റ്റേബിലിറ്റി അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, പക്ഷെ സ്റ്റേബിലിറ്റിയിലേക്ക് പോകണു. 4 of Cups. നിങ്ങളുടെ എനർജി കുറെ ലോ ആണ് ഇപ്പോൾ, അപ്പോൾ കോൺഫിഡൻസ് വരാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ടേക്കാണ് പോണേ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എനർജി കാണാണ്ട് ഈ പേഴ്സണും തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ, പക്ഷെ തിരിച്ചു വരുമ്പോഴും സൂക്ഷിക്കണം. എന്താ വെച്ചാൽ അവരുടെ ഇന്റൻഷൻ ഇപ്പോഴും ശരിയല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കണോ വേണ്ടെന്ന്. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. അപ്പോൾ അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ പറ്റില്ല അവർക്ക്, എന്തോ അവർ ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. അപ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളോട് തുറന്ന് പറയണം എന്നുണ്ട്. ഡിസെപ്ഷൻ. അപ്പോൾ പറഞ്ഞ മാതിരി എന്തോ ഇവിടെ ഇപ്പോഴും അവർ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ് ഇത്. സൂക്ഷിക്കണം ഇവരെ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലീബ്ര, ടോറസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ സൈൻസ് കാണാണ്ട്. സൈൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, മെസ്സേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, യെസ് എന്ന് കമൻസിൽ എഴുതുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് സെഷൻസ് ആണ്. നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.